അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മുടെ 4th ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹോർമോൺ ഡിസോർഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഏകദേശം 5-8 ഹോർമോൺ ഡിസോർഡേഴ്സ് നമുക്ക് പഠിക്കാണ്ട്. ഹോർമോണുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങൾ അല്ലെങ്കിൽ തകരാറ് അല്ലെങ്കിൽ രോഗങ്ങൾ. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര എണ്ണം പഠിക്കാണ്ടെന്ന് ചോദിച്ചാൽ 4-6 പഠിക്കാണ്ട്, 7 പഠിക്കാണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്ന് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തേത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും പഠിക്കാം, ഹൈപ്പോ തൈറോയിഡിസവും പഠിക്കാം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോക്സിന്റെ അളവ് കൂടിയതാണ്, എക്സസീവ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ. തൈറോക്സിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണെന്ത്, ഹൈപ്പർ തൈറോയിഡിസം. എന്നാൽ അതേ തൈറോക്സിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണെന്ത്, ഹൈപ്പോ തൈറോയിഡിസം. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ കൂടിയ സിറ്റുവേഷൻ, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ കുറഞ്ഞ സിറ്റുവേഷൻ. ഇനി തൈറോക്സിൻ കൂടിയാൽ എന്താ പ്രശ്നം? തൈറോക്സിൻ കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇൻക്രീസ്ഡ് ദ റേറ്റ് ഓഫ് മെറ്റബോളിസത്തിന്റെ റേറ്റ് കൂടും. എന്ന് വെച്ചാൽ ബോഡി നല്ലോണം വർക്ക് ചെയ്യും. ബോഡി നല്ലോണം വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും, സ്വെറ്റിങ് എക്സസ് ചെയ്യും, ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മാത്രമല്ല നമ്മളെ വെയിറ്റ് എന്ത് ചെയ്യും, കുറയും. കാരണം നല്ലോണം വർക്ക് ചെയ്യല്ലേ, അപ്പോൾ വെയിറ്റ് ലോസ് സംഭവിക്കും, അഥവാ ശരീരത്തിന്റെ ഭാരം കുറയും, ഭാരക്കുറവ് സംഭവിക്കും. എന്നാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ അണ്ടർ സെക്രീഷൻ ഓഫ് തൈറോക്സിനാ. തൈറോക്സിന്റെ അളവ് കുറയാണ്, തൈറോക്സിന്റെ അളവ് കുറയുന്നു, അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവും. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടായുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മെറ്റബോളിക് റേറ്റ് എന്ത് ചെയ്യും, കുറയും. ഡിക്രീസ് റേറ്റ് ഓഫ് മെറ്റബോളിസം ആയിരിക്കും, മെറ്റബോളിക് റേറ്റ് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഹേർട്ട് റേറ്റ് എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും, ഹേർട്ട് റേറ്റ് സ്ലോ ആവും, ഹൃദയത്തിന്റെ മിടിപ്പിന്റെ നിരക്ക് എന്ത് ചെയ്യും, കുറയും. കാരണം ബോഡി തീരെ പണിയെടുക്കണില്ല. പിന്നെ ബോഡി തീരെ പണിയെടുക്കണില്ല എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടും. അതെ, ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യും, ശരീരത്തിന്റെ ഭാരം എന്ത് ചെയ്യും, കൂടും. പിന്നെ ഫാറ്റിഗ്, നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ ഇൻടോളറൻസ് ടു കോൾഡ്, തണുപ്പിനൊന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഭാരം കൂടുക, തണുപ്പിനെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇനി മറ്റൊരു ഡിസീസാണ് ഗോയിറ്റർ. ഗോയിറ്ററും ഈ തൈറോക്സിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസാണ്. അതായത് തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയഡിൻ എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ സഹായം വേണം. ആ അയഡിൻ നമ്മളെ ബോഡിയിൽ കുറഞ്ഞാൽ, ഡെഫിഷ്യൻസി ഓഫ് അയഡിന്റെ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ, അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ഇത് ഗോയിറ്റർ. ഈ ഗോയിറ്റർ ഉണ്ടായുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വെല്ലിംഗ് ഇൻ ദ നെക്ക് റീജിയൺ ഇങ്ങനെ വീർക്കും. അതായത് നമ്മുടെ കഴുത്തുണ്ടല്ലോ, കഴുത്തിൽ ഇങ്ങനെ ഒരു വീക്കം സംഭവിക്കും, കഴുത്തിന്റെ ഇവിടെ ഒരു മുഴ പോലെ ഉണ്ടാവും, അതാണ് ഗോയിറ്റർ. ഓക്കെ, നെക്സ്റ്റ് പ്രമേഹമാണ്, ഗ്ലൂക്കോസ് ആണ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ല, ഡയബറ്റീസ് മെലിറ്റസ് ആണ്, പ്രമേഹമാണ്, ഷുഗർ പേഷ്യന്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാ സംഭവം. ഓക്കെ, ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്നു. ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്നു. എത്രത്തോളം കൂടുന്നു വെച്ചാൽ എബോവ് 126 മുകളിൽ കൂടണം. ഏത് കൗണ്ട്? FBS കൗണ്ട്. 2 കൗണ്ട് ഉണ്ട്, FBS ഉണ്ട്, PPBS ഉണ്ട്. ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവല്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുന്ന FBS എന്ത് ചെയ്യണം, 126 മുകളിൽ കൂടിക്കഴിഞ്ഞാലാണ് എന്തുണ്ടാവുക, ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം ഉണ്ടാവുക. ഓക്കെ, പ്രമേഹം, ഷുഗർ പേഷ്യന്റ്. ഒരാൾക്ക് പ്രമേഹം ഉണ്ടായുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടാവും, നല്ല ദാഹം ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഫ്രീക്വന്റ് യൂറിനേഷൻ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കും. പിന്നെ ശരീരഭാരം കുറയും. പിന്നെ ക്ഷീണം കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും, ഫാറ്റിഗ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ പ്രമേഹം 2 ടൈപ്പാണ്. ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ, 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാലും ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ കൂടുക എന്നുള്ളതാണ്. ഈ ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ കൂടിയാൽ അത് കുറക്കാൻ ഒരാളെ സഹായിക്കും ഇൻസുലിൻ. ആ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ബീറ്റാ സെൽസ് ആണ്. എന്നാൽ കേട്ടോളൂ, ടൈപ്പ് 1 ഡയബറ്റീസിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ സെൽസ് ഉണ്ടല്ലോ, ആ ബീറ്റാ സെൽസ് നശിച്ചു പോയിക്കും. അവരുടെ ബോഡിയിൽ ആ ബീറ്റാ സെൽസ് മരിച്ചു പോയിക്കും. അത് മരിച്ചു പോയി എന്നാണ് വിചാരിക്കുക. അതാ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് ഡിസ്ട്രക്ഷൻ ചെയ്തു, തകർന്നു, അതൊക്കെ എന്ത് ചെയ്തു, നശിച്ചു പോയി. സ്വാഭാവികമായിട്ടും ഇൻസുലിൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ത് ചെയ്യും, ലോസ്റ്റ് ചെയ്യും. അപ്പോഴുണ്ടാകുന്ന രോഗമാണിത് ടൈപ്പ് 1 ഡയബറ്റീസ്. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഇൻസുലിനൊക്കെ ഉണ്ടാവും, പക്ഷെ ആ ഇൻസുലിന് വലിയൊരു എഫിഷ്യൻസി ഉണ്ടാവില്ല, നല്ല സൂപ്പറായിട്ട് പ്രവർത്തിക്കൊന്നുമില്ല. ഇതാ ഡിക്രീസ്ഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയും. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേരിയേഷൻ ഇൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ. ഇൻസുലിൻ്റെ പ്രൊഡക്ഷനിൽ ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല, ആവശ്യമില്ലാത്ത സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ചെറിയ കുഞ്ഞു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. എന്താ ഇൻസുലിൻ ഉൽപ്പാദനത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ. പിന്നെ ലാക്ക് ഓഫ് ഡയറ്ററി കൺട്രോൾ, നമ്മളെ ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലായ്മ, ഭക്ഷണത്തിൽ ഓവറായിട്ട് ഷുഗർ കണ്ടന്റ് കൂടിയ ഫുഡൊക്കെ ഓവറായിട്ട് കഴിക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റ് ലൈക്ക് നമ്മളെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൂടുതലായിട്ട് കുടിച്ചാലൊക്കെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ട്, ലാക്ക് ഓഫ് ഡയറ്ററി കൺട്രോൾ, നമ്മുടെ ഭക്ഷണ നിയന്ത്രണമില്ലായ്മ കൊണ്ടൊക്കെ എന്തുണ്ടാവാം, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാം, നോട്ട് ടൈപ്പ് 1.
ടൈപ്പ് 1 ഓൺലി ദ കോസ് ഓഫ് ബീറ്റാ സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ. ബീറ്റാ സെൽസ് നശിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ടൈപ്പ് 2 ആണ് ഉണ്ടാവുക. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി ഒരു ഡിസീസ് ഉണ്ട്, ഒരു ഡിസീസ് അല്ല, ഒരു ടൈപ്പ് ഡിസീസ്, അതായത് ഡോർഫിസം, ജൈജാൻറ്റിസം, അക്രോമെഗാലി. വളരെ സിമ്പിളാണ്. വാമനത്വം, ഭീമാകാരത്വം, അക്രോമെഗാലി. അതായത് നമ്മൾ വളർച്ചാ ഹോർമോൺ ഉണ്ട്, സൊമാറ്റോട്രോപ്പിൻ, ഗ്രോത്ത് ഹോർമോൺ. ഈ ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ നല്ലോണം വളരും, അതാണ് ജൈജാൻറ്റിസം. ഈ ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാൽ തീരെ വളരൂല, അതാണെന്ത്, ഡോർഫിസം. എന്നാൽ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോൺ കൂടി അപ്പം ഉണ്ടാവുന്ന രോഗമാണ് എന്ത്, അക്രോമെഗാലി. എന്താണ് പേര്, അക്രോമെഗാലി. വളർച്ചാ കാലഘട്ടത്തിന് ശേഷം, ഗ്രോത്ത് ഫേസിന് ശേഷം എന്ത് ചെയ്യുന്നു, എന്താണ് നമ്മുടെ ബോഡിയിൽ എന്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു, സൊമാറ്റോട്രോപ്പിൻ്റെ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്, ഗ്രോത്ത് ഫേസിന് ശേഷം, വളർച്ച പൂർത്തിയായ ശേഷം. ഇപ്പോൾ ഒരു 10, 22, 24 വയസ്സൊക്കെ ഒരാളുണ്ടാവും. അയാളുടെ ബോഡിയിൽ വീണ്ടും എന്ത് ചെയ്യുക, സൊമാറ്റോട്രോപ്പിനോ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനോ കൂടുക. അപ്പോഴുള്ള ഡിസീസാണ് ഇത് അക്രോമെഗാലി. എന്നാൽ ഗ്രോത്ത് ഫേസിൽ ഇത് കൂടിയാൽ ഉണ്ടാകുന്നതാണ് എന്ത്, ജൈജാൻറ്റിസം. അപ്പോൾ നിങ്ങളെ ഏജിൽ നിങ്ങളിപ്പോൾ ഗ്രോത്ത് ഫേസിലാണ്. ആൺകുട്ടികൾ പൊതുവെ 21 വയസ്സ് വരെയും പെൺകുട്ടികൾ പൊതുവെ 18 വയസ്സ് വരെയാണ് വളരുക നോർമൽ കേസിൽ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഗ്രോത്ത് ഹോർമോൺ നല്ലോണം കൂടിയാൽ ജൈജാൻറ്റിസം സംഭവിക്കും, ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാൽ ഡോർഫിസം സംഭവിക്കും. ഇനി അക്രോമെഗാലി ഉള്ള ഒരാൾക്ക് എന്തൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ, അയാളുടെ പാമ്പ്, ഫൂട്ട്, ജോസ്, അങ്ങനെ ചില ബോഡി പാർട്സുകൾ മാത്രം എന്ത് ചെയ്യും, എക്സസ് ആയിട്ട് വളരും. ഇപ്പോൾ കൈപ്പത്തി, പിന്നെ അതുപോലെ തന്നെ നമ്മളെ കാൽപാദങ്ങൾ, നമ്മളെ താടിയല്ലേ, അങ്ങനെ ചില ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു, ഓവറായിട്ട് വളരുന്നു. ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും അങ്ങനെ ഓവറായിട്ട് വളരൂല്ല. അതാണ് പ്രശ്നം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ കൈപ്പത്തി മാത്രം ഭയങ്കര വലിപ്പം, അല്ലെങ്കിൽ എൻ്റെ താടിയല് മാത്രം ഭയങ്കര വലിപ്പം, പ്രശ്നമല്ലേ? ആ സിറ്റുവേഷനാണ് ഇത് അക്രോമെഗാലി. ഓക്കെ, ഹാപ്പി. സോ സി യു സൂൺ.